ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുവദിക്കില്ല എന്നതായിരുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. പാലക്കാട് MLA എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. MLAക്കെതിരായ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അവസാനിച്ചില്ല. ഞാൻ തുടക്കത്തിന് പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കാം. അതില് സമരം, തെരുവിൽ നടന്ന് സമരം ചെയ്യുക എന്നത് മാത്രമല്ല പ്രതിഷേധത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പല മാധ്യമങ്ങളും അതിന്റെ തുടക്കത്തിൽ അത് കവർ ചെയ്തിരുന്നു. MLAക്കെതിരായ ഒരു ലഘുലേഖ ഞങ്ങൾ ഹൗസ് ക്യാമ്പയിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡും MLAയുടെ സ്റ്റാൻഡും കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് കോൺഗ്രസ് പാർട്ടിയും പാലക്കാട് MLAയും മറുപടി പറയേണ്ട ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ലഘുലേഖയുമായി ഞങ്ങൾ വീട് വീടാന്തരം കയറി സമ്പർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, പ്രത്യക്ഷത്തിൽ തന്നെയാണ് നമ്മൾ വീട് കയറുന്നത്. വി.ഡി. സവർക്കറെ ആന്തമാനിലെ ജയിലിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി, ആന്തമാനിലെ പിടിച്ചു കൊണ്ടുപോയി, ആന്തമാനിലെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടപ്പോഴ് അന്ന് സവർക്കർ കാല് മാറ്റീന്. സവർക്കർ പറഞ്ഞ്, ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഞാൻ അതിൽ പങ്കെടുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ അത് മാപ്പ് എഴുതി തരികയാണ്, എന്നെ പുറത്താക്കണമെന്ന്, എന്നെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് സവർക്കർ അന്ന് പറഞ്ഞ് കാല് മാറിയ ആളാണ്. അന്ന് കാല് മാറുക എന്ന് പറഞ്ഞാൽ ഇയാൾ അന്നും അതിന് മുമ്പും ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെയാണ് കേട്ടോ. ബ്രിട്ടീഷുകാര് എന്ത് സവർക്കർ, എന്ത് വീരൻ, എന്ത് വീരു, എന്ത് സവർക്കർ ബ്രിട്ടീഷുകാർക്ക്. അവരിതൊന്നും അറിയില്ലല്ലോ, ഏതാണിതൊന്നും അറിയാണ്ട് പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിലൊക്കെ കൊണ്ടുപോയതാണ്. മനസ്സിലായില്ലേ? ആ കൂട്ടത്തിൽ പിടിച്ചു കൊണ്ടുപോയി ഇട്ടപ്പോ ഇല്ലല്ല ഞാനതിൽ പെടുന്ന ആളല്ല എന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുത്ത സവർക്കർ. അതുപോലെയാണ് ഇപ്പൊ ശിവൻ പറയുന്നത്. ശിവനെ കാല് മാറല്ല ശിവനേ. ശിവൻ ഇപ്പൊ പറയാ, ഞങ്ങള് തടയുമെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങള് കാല് കുത്താൻ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നറിയില്ല, ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്തിന്റെ ഒരു പ്രശ്നം, വീഡിയോയുടെ ദൈർഘ്യം മാത്രം കണക്കിലെടുത്താണ് വീഡിയോ ഇവിടെ പ്ലേ ചെയ്യിപ്പിക്കാത്തത്. മനസ്സിലായില്ലേ? ഈ ശിവൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് തിരിച്ചെത്തിയെന്ന് ആ ദിവസം ഇവർ MLAയുടെ ഓഫീസിന് മുന്നിൽ കുറെ ചൂലും കുറെ ബാനറൊക്കെ പിടിച്ച് ഈ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിലെ ഉദ്ഘാടകൻ ഈ പറയുന്ന ശിവനായിരുന്നു. ശിവൻ അന്ന് പറഞ്ഞത്, ഞങ്ങൾ തടയും, ഞങ്ങൾ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ ആ ശിവൻ ഇപ്പൊ പറയുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ശിവനോട് ഒരു കാര്യം പറയാനുള്ളത്, ശിവനെ നീ മൂത്തിട്ടില്ല. ശിവനെ നീ ഇപ്പോഴും ആ കാക്കി ട്രൗസർ ഇട്ട് നടക്കുന്ന ആ പറയുന്ന ശാഖയിലെ, അത് തന്നെ ആ ശാഖയിലെ വെറും കുരുന്ന് മാത്രമാണ് നീ മൂത്തിട്ടില്ല. രാഹുലിനോട് കളിക്കാൻ നീ ആയിട്ടില്ല. ആകുമ്പോ ഞങ്ങൾ പറയാം കേട്ടോ. മനസ്സിലായില്ലേ? രാഹുലിനോട് കളിക്കാൻ ശിവനെ നീ വളർന്നിട്ടില്ല. ശിവനേ എന്താണല്ലേ ഇപ്പൊ പറയുന്നത്? ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ തടയുമെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞത് രാഹുൽ രാജിവെക്കുന്നവരെ ഞങ്ങൾ പ്രതിഷേധിക്കും. രാഹുൽ എന്തായാലും രാജിവെക്കൂല. നിങ്ങൾ പ്രതിഷേധിച്ചോ? ഓക്കെ. ഇപ്പൊ പ്രതിഷേധം എന്ന് പറയുന്നത് രാഹുലിനെതിരെ ലഘുലേഖ അടിച്ചിട്ട് അത് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കലാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സ് മാറ്റാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളെ ശിവൻ അവകാശപ്പെടുന്നത്. ശിവൻ എന്ന് പറഞ്ഞാൽ പ്രശാന്ത് ശിവൻ. ആ പ്രശാന്ത് ശിവൻ അവകാശപ്പെടുന്നത്, ഞങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുന്നിൽ ഈ കോൺഗ്രസും അതുപോലെ രാഹുൽ മാങ്കൂട്ടവും ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങളും ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. അതുകൊണ്ട് ജനം തീരുമാനിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ആവണമെന്നുള്ളത് ജനം തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ രാഹുല് രാജിവെക്കില്ല എന്നുള്ള കാര്യത്തില് നിങ്ങൾക്കൊരു തർക്കവുമില്ല അല്ലേ ശിവനെ? എന്താലേ കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ? ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ലെന്നേ. രാഹുൽ കടന്ന് പാലക്കാട് അങ്ങനെ വിലസുകയല്ലേ? രാഹുൽ കടന്ന് പാലക്കാട് വിലസുകയല്ലേ? അയാളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ആളുകളെ കാണുമ്പോ സ്വാഭാവികമാണ് അരിശം വരും, സ്വാഭാവികമാണ് അസ്വസ്ഥരാകും, സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികമായിട്ടും
ദേഷ്യം വരും. കാരണം രാഹുലിനെതിരെ ഇത്ര വലിയ വീമ്പിളക്കി വെല്ലുവിളികൾ നടത്തി അവകാശവാദങ്ങൾ നടത്തി ഒക്കെ ചെയ്ത ആളുകള് ഇതിപ്പോ രാഹുലിനെ തടയാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് എവിടെ നമ്മളെ പിരായിരിയില് ഈ പറയുന്ന റോഡ് ഉദ്ഘാടനത്തിന് പോയപ്പോ അവിടെ തടയാൻ വേണ്ടി കുറച്ച് കണസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ പോലീസ് തന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോ ഇവരെ അവിടെയും കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാഹുൽ എത്ര പരിപാടികളിൽ പങ്കെടുത്തു, പൊതുപരിപാടികളിലൊക്കെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും MLA എന്നുള്ള രീതിയിൽ പൊതുപരിപാടികളിൽ, സർക്കാരിന്റെ പരിപാടികളിലൊക്കെ രാഹുൽ ഇങ്ങനെ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. അവിടെയൊന്നും ഇവർ തടയാൻ പോയിട്ട് ഇവരെ കൊണ്ട് ഒരു മുദ്രാവാക്യം വിളിക്കാന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അപ്പോ ഈ പറയുന്ന ശിവനോട് നമുക്ക് പറയാനുള്ളത്, ശിവനെ നീ മൂത്തിട്ടില്ല, ശിവനെ ആയിട്ടില്ല, മനസ്സിലായില്ലേ? പിന്നെ ലഘുലേഖ കൊടുക്കലും കൊടുക്കാതിരിക്കലും വീടുകളിൽ കയറലും കയറാതിരിക്കലൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ താല്പര്യക്കുറവോ അല്ലെങ്കിൽ വലിയ വിയോജിപ്പൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പണി എടുക്കുക. പാലക്കാട് സംബന്ധിച്ചിടത്തോളം രാഹുൽ എന്ന് പറയുന്നത് അത് പാലക്കാടിന്റെ രാഹുൽ തന്നെയാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള രാഹുൽ പാലക്കാട് നിന്നുകൊണ്ട് നടത്തുന്ന അയാളുടെ പ്രവർത്തനങ്ങൾ തെളിയിക്കുകയാണ്. അയാൾക്ക് ചുറ്റും കൂടുന്ന ആളുകള്, അയാളെ കാണാനെത്തുന്ന ആളുകള്, അയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങള്, വികസന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങള്, ചാരിറ്റി പ്രവർത്തനങ്ങള്, ഇതൊക്കെ അയാളുടെ ഒരു ജനസമ്മതിയെ വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ വിവാദങ്ങളോ ഈ പറഞ്ഞ കോലാഹലങ്ങളോ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അയാളുടെ രോമത്തിൽ പോലും സ്പർശിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മനസ്സിലായില്ല? അയാളുടെ രോമത്തിൽ തൊടാൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ നടന്ന പാലക്കാട്ടെ ഈ പൊതുപരിപാടികൾ, രാഹുൽ പങ്കെടുത്ത പരിപാടികൾ മാത്രം നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവിടെയൊക്കെ രാഹുലായിട്ട് തന്നെ എല്ലാ പ്രതിബന്ധങ്ങൾ എന്ന് പറയാൻ അയാളുടെ മുന്നിൽ ഒന്നുമില്ല. ഈ പറയുന്ന ആ പുകമറ മാത്രമേ ഉള്ളൂ. അതൊക്കെ തള്ളി മാറ്റി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് മാറി നിൽക്കണം അങ്ങടെ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുല് അയാളുടെ പ്രവർത്തനങ്ങളുമായി, വികസന പ്രവർത്തനങ്ങളുമായി വലിയ കുതിപ്പ് നടത്തുകയാണ്. മനസ്സിലായില്ലേ? ഒരു ഘട്ടത്തില് ഈ രാഹുലിനെതിരെ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞ ഈ ആളുകള് ഇപ്പൊ എന്താ പ്രതിഷേധിക്കാത്തത്? ഈ പരസ്യമായ പ്രതിഷേധങ്ങൾ ഉയർത്താത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഇവര് ഉയർത്തുന്ന ഈ പ്രതിഷേധങ്ങള് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരു പ്രചരണമായി മാറും. പ്രചരണം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പബ്ലിസിറ്റി. ഇവർ പ്രതിഷേധങ്ങൾ ഉയർത്തുക വഴി അതൊരു എക്സ്ട്രാ പബ്ലിസിറ്റി കൂടി അയാളുടെ പ്രവർത്തന മികവിന് ലഭിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പൊ പ്രതിഷേധങ്ങളൊന്നും വേണ്ട, പക്ഷേ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം. മനസ്സിലായില്ലേ? അനങ്ങിയാൽ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല രാഹുല് MLA സ്ഥാനം രാജിവെക്കൂല. അയാളുടെ കാലാവധി പൂർത്തിയാക്കും. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ശിവനെ നീ ഒന്നും കൂടി മൂക്കാനുണ്ട് ശിവനെ എന്ന് ഞാൻ ആദ്യമേ പറയാനുള്ള കാരണം, ശിവന്റെ ഈ പറയുന്ന വാർത്താ സമ്മേളനങ്ങൾക്കോ ശിവന്റെ ഈ പറയുന്ന ലഘുലേഖകൾക്കോ രാഹുലിന്റെ രോമത്തിൽ സ്പർശിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അത് നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത്. മനസ്സിലായില്ലേ? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രായമോ അയാളുടെ ബാക്കിയുള്ളതോ ഒന്നും നമ്മൾ നോക്കണ്ട. പക്ഷേ അയാളുടെ ഈ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അയാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ശിവന്റെ ആയുസിന്റെ ഡബിളാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ശിവനെ നീ മൂത്തിട്ടില്ല, നിനക്ക് രാഹുലിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല. ഒരു ലഘുലേഖകൾക്കും പാലക്കാടിന്റെ മണ്ണിൽ രാഹുലിനെ സ്പർശിക്കുവാനോ അയാളുടെ വിജയത്തെ പ്രതിരോധിക്കുവാനോ നിങ്ങളുടെ ഒരു ലഘുലേഖകൾക്കും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേട്ടോ, ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ശരിക്കും പ്രതിഷേധിക്കണം. നിങ്ങളോട് ഞാൻ ദയവ് ചെയ്ത് പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ മുതൽ രാഹുൽ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും ഡീറ്റെയിൽസ്, സമയവും ടൈമും അടക്കം വളരെ കൃത്യമായി കൊണ്ട് നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ പ്രതിഷേധിക്കണം, ആ വേദിയിൽ എത്തണം, അവിടെ ചെല്ലണം, മുദ്രാവാക്യം വിളിക്കണം, ഒക്കെ ചെയ്യണം. നിങ്ങളെ കൊണ്ട് രാഹുലിനെ തടയാൻ കഴിയുമെങ്കിൽ തടയണം, ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ കഴിയുമെങ്കിൽ അലങ്കോലപ്പെടുത്തണം. ഇതൊക്കെ നിങ്ങൾ വരണം. ഇനി പരിപാടി എവിടെയാണെന്ന് അറിഞ്ഞില്ല, രാഹുൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞില്ല എന്നൊന്നും പറയണ്ട. കാരണം നിങ്ങൾ അത് ചെയ്യണം. കാരണം അത് ചെയ്തെങ്കിൽ മാത്രമേ രാഹുലിനെ സംബന്ധിച്ചോളം 2026 തെരഞ്ഞെടുപ്പിൽ
അദ്ദേഹത്തിന് വലിയ പ്രചരണങ്ങളുടെ ആവശ്യമില്ല, വലിയ പൈസ ചെലവില്ല, വലിയ ടൈം ഒരുപാട് അതിനു വേണ്ടി ചെലവഴിക്കേണ്ട ഒരു ഗതികേട് ഒരു അവസ്ഥയില്ലാതെ തന്നെ വളരെ ഈസിയായി കൈ നനയാതെ മീൻ അങ്ങ് പിടിച്ചിട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ വരണം, മനസ്സിലായില്ലേ? അത് ഇനിയിപ്പോൾ സമയം അറിയാണ്ടോ ഡേറ്റ് അറിയാണ്ടാണെങ്കിൽ അത് വാട്സപ്പ് മുഖാന്തരം നിങ്ങളെ എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള താല്പര്യം എനിക്കുണ്ട്. ഞാനത് അറിയിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം.